ഹായ് ചിൽഡ്രൻ, നമ്മളിന്ന് ദ സ്നേക്ക് ആൻഡ് ദ മിററിലെ ലാസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ 17ാമത്തെ പാരഗ്രാഫ് തൊട്ട് 20ാമത്തെ പാരഗ്രാഫ് വരെയാണ്. അപ്പം ഈ ഡോക്ടറിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്തായിരുന്നാലും പാമ്പ് കണ്ണാടിയിലേക്ക് നോക്കുന്നു എന്ന് തന്നെയാണ് ഡോക്ടറിൻ്റെ ഉറച്ച വിശ്വാസം. അത് പതുക്കെ ഈ പാമ്പ് ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു സംശയത്തിൽ ഡോക്ടർ ഇരിക്കുകയാണ്. എന്തായിരുന്നാലും ആ പാമ്പ് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്നും ചുരുളഴിച്ചു. അൺവുണ്ടെന്ന് പറഞ്ഞ ചുരുളഴിച്ചിട്ട് പതുക്കെ ഇദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് തെന്നി നീങ്ങുകയും അവിടെ നിന്ന് വീണ്ടും മേശപ്പുറത്ത് കയറി കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്നു. എന്തിനായിരിക്കാം? അതിൻ്റെ സൗന്ദര്യം കുറച്ചുകൂടി അടുത്ത് കാണുന്നതിനായിട്ട് ഈ പാമ്പ് പതുക്കെ ഡോക്ടറുടെ കയ്യിൽ നിന്നും ചുറ്റഴിച്ചിട്ട് മടിയിൽ വീണു. മടിയിൽ നിന്ന് നേരെ മേശപ്പുറത്ത് കയറി നേരെ ആ കണ്ണാടിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ സൗന്ദര്യം അതിന് കുറച്ചുകൂടി അടുത്ത് കാണുന്നതിനായിട്ട്. ഇപ്പം ഡോക്ടർ എന്തായിരുന്നാലും ഒരു കരിങ്കൽ പ്രതിമ അല്ല, ചോരയും നീരുമുള്ള ഒരാളായിട്ട് ഡോക്ടർ മാറി. എങ്കിലും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പതുക്കെ ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ ഡോറിൻ്റെ അടുത്ത് വരെ പതുക്കെ പോയിട്ട് പതുക്കെ വെളിയിലിറങ്ങിയിട്ട് മുറ്റത്തോട്ട് ചാടിയിട്ട് മാക്സിമം സ്പീഡിൽ ഓടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇത്രയും കേട്ടപ്പോൾ കൂടെ ഉള്ളവർ ഒരു ദീർഘനിശ്വാസം ഇട്ടിട്ട് പറഞ്ഞു, എന്തായിരുന്നാലും ഈശ്വരാനുഗ്രഹം തന്നെയാണ്, ഒന്നും പറ്റിയില്ലല്ലോ, പാമ്പ് കടിച്ചില്ലല്ലോ, എന്തായിരുന്നാലും ഒരു ദൈവാനുഗ്രഹം താങ്കൾക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ദീർഘനിശ്വാസം വിടുകയും എല്ലാവരും ഒരു ബീഡി കത്തിച്ച് വലിക്കുകയും ചെയ്തു. അപ്പം ഒരാൾ ചോദിച്ചു, ഡോക്ടറിൻ്റെ ഭാര്യ ശരിക്കും തടിച്ചിയാണോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈശ്വര ഇച്ഛ നേരെ മറിച്ചായിരുന്നു. എനിക്കൊരു തടിച്ചയായ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ദൈവം കൽപ്പിച്ചിരുന്നത് നല്ല ഈറ്റ പോലെ നല്ല നീണ്ട് മെലിഞ്ഞ ഒരു പെൺകുട്ടിയാണ് എനിക്ക് ദൈവം തന്നത്. അവൾ നല്ല ഒരു ഓട്ടക്കാരിയാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഒരു കൂട്ടുകാരൻ ചോദിച്ചു, ആ പാമ്പ് ഡോക്ടർ ഓടിപ്പോയപ്പോഴേക്കും പുറകെ വന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ഞാൻ മാക്സിമം സ്പീഡിന് ഓടി ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഓടി ഞാൻ അവസാനം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. പെട്ടെന്ന് തന്നെ ഞാൻ ദേഹം മുഴുവനും എണ്ണയൊക്കെ തേച്ചു. സ്മിയർഡെന്ന് പറഞ്ഞാൽ എണ്ണ തേച്ച് നല്ലവണ്ണം കുളിച്ചതിന് ശേഷം വേറെ ഡ്രസ്സൊക്കെ മാറി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ 8:30 മണിയായപ്പം ഞാനും ആ സുഹൃത്തും പിന്നെ വേറെ 1-2 പേരും കൂടി എൻ്റെ മുറിയിലേക്ക് പോയി. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയമായിരുന്നു, കാരണം പാമ്പ് അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് സുഹൃത്തും വേറെ 1-2 പേരും കൂടെ ചേർന്ന് രാവിലെ 8:30 ഡോക്ടർ തൻ്റെ മുറിയിലെത്തിയപ്പോഴേക്കും, എന്തിനാണ് എത്തിയത്? അവിടെ നല്ല സാധനങ്ങൾ എടുത്തുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടാനാണ് ഡോക്ടർ ആളുകളെയും കുട്ടി അങ്ങ് ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? തലേന്ന് രാത്രി ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി ഓടി അല്ലേ? അപ്പോഴാ സമയത്ത് അവിടെ ഏതോ കള്ളന്മാർ വരികയും ഡോക്ടറിൻ്റെ സർവമാന സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഒരു വകയും ഡോക്ടറിന് എടുക്കാനായിട്ട് ബാക്കിയില്ലായിരുന്നു. സർവമാന സാധനങ്ങളും തലേന്ന് രാത്രി ഒരു കള്ളൻ വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയപ്പം ഒരു അപമാനം എന്നുള്ള രീതിയിൽ ഒരു കാര്യം മാത്രം കള്ളൻ കൊണ്ടുപോയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അവിടെ കൂടിയിരുന്ന ആളുകൾ ചോദിച്ചു, അതെന്താണ് ഡോക്ടറിന് അപമാനമുണ്ടാക്കിയ ഒരു കാര്യം? അപ്പം ഡോക്ടർ പറഞ്ഞു, തൻ്റെ ബനിയൻ, അതായത് ഉടുപ്പിൻ്റെ അടിയിലിടുന്ന ആ ബനിയൻ മാത്രം കള്ളൻ കൊണ്ടുപോയില്ല. കാരണം അത് ഇത്തിരി മുഷിഞ്ഞിരുന്നത് കൊണ്ട് അത്ര വൃത്തിയില്ലായിരുന്നു.
ആ കള്ളൻ എന്തായിരുന്നാലും നല്ല വൃത്തിയുള്ള ഒരാളാണ്. ആ കള്ളന് അതും കൂടി എടുത്തുകൊണ്ട് പോയി സോപ്പിട്ട് കഴുകി ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അവൻ ആ റാസ്കല് അതവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അവൻ്റെ ഒരു വൃത്തി, അവൻ അതും കൂടെ എടുത്തുകൊണ്ട് പോയി സോപ്പിട്ട് കഴുകി ഉപയോഗിച്ചുകൂടായിരുന്നോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത്. അതാണ് കള്ളൻ അപമാനമായിട്ട് അവിടെ ബാക്കിയിട്ടിട്ട് പോയത്. അപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ ചോദിക്കുകയാണ്, ആ പാമ്പ് പിന്നെ എപ്പോഴെങ്കിലും ഡോക്ടർ ആ പാമ്പിനെ കണ്ടോ? അപ്പം ഇതുവരെ ആയിട്ട് ഞാൻ ആ പാമ്പിനെ പിന്നെ കണ്ടിട്ടില്ല. അത് അതിൻ്റേതായ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഒരു പാമ്പായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഇത്രയാണ് ആ പാഠം. അടുത്തത് 13ാമത്തെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ. ഐ വാസ് നൗ എ മാൻ ഓഫ് സ്റ്റോൺ ആൻഡ് ഫ്ലഷ്. I was no mere stone image cut in a granite. Now I became a man of flesh and blood. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ക്വസ്റ്റ്യൻ 13 ആണ്. He got up from his chair and he went out through the door and ran away. ശ്വാസം പിടിച്ചുകൊണ്ട് പതുക്കെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ വഴി വെളിയിൽ കടന്ന് ഓട്ടമായി. അപ്പോഴാണ് പറഞ്ഞത്, ഞാനിപ്പോൾ രക്തവും മാംസവും ഉള്ള ഒരാളായി മാറി. പിന്നെ why did the doctor run to his friend's house? Because he wanted to tell this matter to his friend. Moreover, he had to take a bath and change his clothes. The snake didn't bite him. It was taken by its own beauty. ഡോക്ടറിന് ഈ പാമ്പ് കയറിയ സംഭവം കൂട്ടുകാരനോട് പറയണമായിരുന്നു. മാത്രമല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറേണ്ടതുണ്ടായിരുന്നു. ആ പാമ്പ് ഡോക്ടറിനെ കടിച്ചില്ല. അത് തൻ്റേതായ സൗന്ദര്യത്തിൽ ലയിച്ചു പോയ ഒരു പാമ്പായിരുന്നു. സൗന്ദര്യ ആരാധനയുള്ള ഒരു പാമ്പായിരുന്നു അത്. വാട്ട് വാസ് ദ ഇൻസൾട്ട് the thief had made on the doctor? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് അപമാനമാണ് കള്ളൻ ഡോക്ടർക്ക് കൊടുത്തിട്ട് പോയത്? The thief had left behind the doctor's dirty waist. That was an insult for the doctor's sense of cleanliness. കള്ളൻ ഡോക്ടറിൻ്റെ മുഷിഞ്ഞ വെസ്റ്റ് അവിടെ, അതായത് ബനിയൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. അത് ശരിക്കും ഡോക്ടറിൻ്റെ വൃത്തിയില്ലായ്മ സൂചിപ്പിക്കുന്ന ഒരു അപമാനമായിട്ടായിരുന്നു അതിനെ കണക്കാക്കേണ്ടത്. ഇത്രയാണ് അതിലെ ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ ഇനി ആക്ടിവിറ്റീസ് എല്ലാം ഓൺലൈൻ ക്ലാസ്സിൽ തന്നതെല്ലാം നിങ്ങൾ എഴുതി കാണും. ഇനി ഈ പാഠത്തിൽ നിന്ന് വരാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിസ്ക്രൈബ് ദ റൂം ഇൻ വിച്ച് ദ ഡോക്ടർ lived. അത് സെക്കൻഡ് പാരഗ്രാഫും തേർഡ് പാരഗ്രാഫും കൂടെ ചേർത്ത് എഴുതുക. പിന്നെ ദ ഡോക്ടർ റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിങ് ദ റൂം ഇൻ വിച്ച് ഹി lived. താൻ താമസിക്കുന്ന മുറിയെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് ഡോക്ടർ തൻ്റെ സുഹൃത്തിനൊരു എഴുത്തെഴുതി. അത് എങ്ങനെയായിരിക്കും? അതുമെല്ലാം ഓൺലൈൻ ക്ലാസ്സിൽ തന്നത് നിങ്ങൾ എഴുതിയതുമാണ്. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഹോമിയോപ്പത്ത്. ഡോക്ടറിൻ്റെ സ്വഭാവം, അതും നോട്ട്സ് എല്ലാം നിങ്ങൾ എഴുതിയതാണ്. അടുത്ത ബ്രിങ് ഔട്ട് ദ ഹ്യൂമറസ് എലമെൻറ്റ് ഇൻ ദ സ്റ്റോറി ബൈ ദ യൂസ് ഓഫ് കോൺട്രാസ്റ്റ്. വൈരുദ്ധ്യങ്ങളുടെ സഹായത്തോടെ നർമ്മം എങ്ങനെയാണ് ഈ കഥയിൽ പ്രതിഫലിപ്പിച്ചിരിക്കുന്നത്? അതിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഡോക്ടറിൻ്റെ ആഗ്രഹങ്ങൾ. ഡോക്ടർ എന്താവാൻ ആഗ്രഹിച്ചു, ശരിക്കും എന്തായി മാറി, അദ്ദേഹത്തിന് എന്തൊക്കെയായിരുന്നു ആഗ്രഹം, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈശ്വര ഇച്ഛ മറിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്,
അദ്ദേഹം ശരിക്കും എന്തായി മാറി. അത് അങ്ങനെ പല കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രാക്ടീസുള്ള, ഹി വാണ്ടഡ് ടു മാരി എ ഫാറ്റ് ലേഡി വിത്ത് ലോട്ട് ഓഫ് പ്രാക്ടീസ് so that he can live a better life, but actually he got a thin reedy person as his wife. Then he considered himself as a handsome young bachelor and a doctor, and he tried to look more handsome by shaving daily and by growing a thin moustache. But when the snake coiled round his left arm, he actually saw God in front of him. He believed in God at that time. He tried to write in bright letters out of his heart in imagination, "Oh God." He turned into a stone made of granite when the snake coiled round its arm. Then this doctor didn't have any medicines in his room. If at all the snake bit him, he didn't have any medicines in his room. He thought himself to be a stupid, foolish doctor. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വൈരുദ്ധ്യങ്ങളുടെ ഉപയോഗത്തിലൂടെ എങ്ങനെയാണ് ഈ കഥ ഫലിതപൂർണമാക്കിയിരിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനാണ്. ബ്രിങ് ഔട്ട് ദ ഹ്യൂമറസ് എലമെൻറ്റ് ഇൻ ദ സ്റ്റോറി ബൈ ദ യൂസ് ഓഫ് കോൺട്രാസ്റ്റ്. ഇനി സപ്പോസ് ദ ഡോക്ടർ നരേറ്റ്സ് ദിസ് സ്നേക്ക് ഇൻസിഡൻറ്റ് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. ഡോക്ടർ ഈ ഇൻസിഡൻറ്റ് തൻ്റെ സുഹൃത്തിനോട് പറയുകയാണ്. ഹൗ വുഡ് ബി ദാറ്റ് നരേറ്റീവ്? അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ വെച്ച് വേണം എഴുതാൻ. നരേറ്റീവ് എപ്പോഴും 6 മാർക്കിനോ 7 മാർക്കിനോ ആണ് വരുന്നത്. 3-4 പാരഗ്രാഫായിട്ട് എഴുതുക. ഒരു ടൈറ്റിൽ കൊടുക്കുക. നല്ല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ് ഉപയോഗിക്കുക. പിന്നെ ഒരു കഥ പറയുന്നത് പോലെ തന്നെയാണ് പറഞ്ഞു പോകേണ്ടത്. അതിന് ബിഗിനിങ്, മിഡിൽ, എൻഡ് ഒക്കെ വേണം. പിന്നെ നല്ല ഭാഷയിൽ ഉപയോഗിച്ച്, നല്ല വേർഡ്സ് ഉപയോഗിച്ച് എഴുതണം. പിന്നെ എന്താണ്, ആദ്യത്തെ സെൻറ്റൻസ് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. നല്ല ആകർഷണതയുള്ള സെൻറ്റൻസുകളായിരിക്കണം. നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. ബിഗിനിങ്, മിഡിൽ, എൻഡ് ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെയാണ് ഒരു കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ നിങ്ങളുടേതായ ഭാഷയിൽ പിന്നെ ഡോക്ടർ പറയുന്നതായിട്ട് വേണം എഴുതാൻ. അപ്പോൾ നരേറ്റീവ് ചോദിക്കാം. പിന്നെ ദ ഡോക്ടർ റൈറ്റ്സ് എ ലെറ്റർ ടു ദി സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അബൌട്ട് ദ തെഫ്റ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഹിസ് ഹൗസ്. അതെങ്ങനെ എഴുതാം? ഫ്രം ദ ഡോക്ടർ, പ്ലേസ് എ ഡേറ്റ്. പിന്നെ to the sub-inspector of police. Sir, yesterday a thief entered my house while I was in my friend's house and he took away all my belongings. He didn't leave anything there. He took all the things away. Then you may kindly investigate about this and inform me as early as possible about the person who entered my house and had stolen all my belongings. Yours sincerely, ഡോക്ടറിൻ്റെ ഒപ്പ്. ആ രീതിയിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് ഒരു പരാതി ലെറ്റർ എഴുതുന്നതായിട്ട് വരാം. പിന്നെ യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു എന്താണ് ടു ഇൻവൈറ്റ് Vaikam Muhammad Bashir in order to inaugurate the Arts Club festival അല്ലെങ്കിൽ ബുക്ക് ഫെസ്റ്റിവൽ. പ്രിപ്പയർ ദ നോട്ടീസ് ഫോർ ദ സെയിം. അപ്പം ആർട്സ് ക്ലബ്ബ് ഇനോഗ്രേഷനോ തലക്കെട്ട് കൊടുക്കുക. എന്നിട്ട് പ്ലേസ് ഡേറ്റ്. അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ ഓൺ ബിഹാഫ് ഓഫ് our English literary
club, and we decided to invite Vaikom Muhammad Bashir as the chief guest. The program will be conducted on Monday, 20th August in the school auditorium at 10 a.m. All are cordially invited to the function. എന്നിട്ട് ക്ലബ് സെക്രട്ടറി ഒപ്പ്. ഈ രീതിയിൽ നോട്ടീസ് എഴുതാൻ വരും. പിന്നെ സപ്പോസ് എ റിപ്പോർട്ടർ ഹാഡ് ആൻ ഇൻ്റർവ്യൂ വിത്ത് ദ ഡോക്ടർ, വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. ഒരു പത്രപ്രവർത്തകൻ ഡോക്ടറുമായിട്ട് ഈ സ്നേക്ക് ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ്. അതെങ്ങനെ ആയിരിക്കാം? 5 മാർക്ക് 6 മാർക്കാണ്. 5 മാർക്കിനാണെങ്കിൽ 10 എണ്ണം എഴുതണം. ഇപ്പോൾ റിപ്പോർട്ടർ വാട്ട് ഹാപ്പൻഡ് യെസ്റ്റർഡേ. ഇപ്പോൾ ഡോക്ടർ എ സ്നേക്ക് എൻറ്റേർഡ് മൈ ഹൗസ്. ദെൻ വാട്ട് ഡിഡ് യു ഡു? ഐ വാസ് റിയലി ഷോക്ക്ഡ്. ഡിഡ് ദ സ്നേക്ക് ബൈറ്റ് യു? No, it didn't bite me. Then what did you do to escape from the snake? അപ്പം ഡോക്ടർ പറയാം, because of this mirror I escaped from the snake. Then what happened? I ran to my friend's house and took a bath. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു 5-6 എക്സ്ചേഞ്ച് എഴുതാം. പിന്നെ ഈ സംഭവം ദ സ്നേക്ക് ഇൻസിഡൻറ്റ് അപ്പിയർഡ് ഇൻ ദ ന്യൂസ് പേപ്പർ ദ നെക്സ്റ്റ് ഡേ. ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ടും ചോദിക്കുക. അല്ലെങ്കിൽ എബൌട്ട് ദ തെഫ്റ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഡോക്ടേഴ്സ് ഹൗസ്. ഡോക്ടറിൻ്റെ വീട്ടിലുണ്ടായ മോഷണത്തെക്കുറിച്ച് പിറ്റേന്നൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരികയാണ്. അതെങ്ങനെ എഴുതും? എ തെഫ്റ്റ് ഇൻ ദ സിറ്റി എന്ന് തലക്കെട്ട് കൊടുക്കാം. എന്നിട്ടൊരു പ്ലേസും ഡേറ്റും. എ തീഫ് എൻറ്റേർഡ് ഇൻ ടു ദ ഹൗസ് ഓഫ് ദ ഹോമിയോപ്പത്ത് ഡോക്ടർ യെസ്റ്റർഡേ നൈറ്റ് വൈൽ ദ ഡോക്ടർ വാസ് സിറ്റിംഗ് ഇൻസൈഡ് ഹിസ് റൂം റീഡിങ് എ ബുക്ക്. ആക്ച്വലി there was a snake, and out of fear this doctor ran away to his friend's house. At that time the thief entered his house and took all the belongings. He had left the doctor's best. എന്നും പറഞ്ഞ് ഒരു 5-6 സെൻറ്റൻസ് എഴുതാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് എഴുതാം. അപ്പം അത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസാണ് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്. ഞാനതൊന്നുകൂടി പറയാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റൂം ഇൻ വിച്ച് ദ ഡോക്ടർ ലിവ്ഡ്. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ഹോമിയോപ്പത്ത്. ദ ഡോക്ടർ റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ദ life in his rented room. Then the doctor writes a letter to his friend describing the snake incident. What would be that likely letter? Then the doctor was very frightened when the snake coiled around his arm. He expressed his thoughts in his diary. What would be the diary? ഡോക്ടറിൻ്റെ കയ്യിൽ പാമ്പ് ചുറ്റിയപ്പോൾ ഡോക്ടറിന് ഭയം തോന്നി. അപ്പോൾ ഡോക്ടർ എഴുതിയ ഡയറി. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഓഫ് ദ തെഫ്റ്റ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഡോക്ടേഴ്സ് ഹൗസ്. ദെൻ ഡോക്ടേഴ്സ് കംപ്ലൈൻറ്റ് ലെറ്റർ ടു ദ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. ദെൻ ദ ഡോക്ടർ narrates this incident to one of his friends. What would be that narrative? Character sketch of the homeopath. Then the use of contrast to bring out the elements of humor in the story. ഇതൊക്കെയാണ്
ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് 33 കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അത് പങ്ക്ച്വേറ്റ് ചെയ്ത് എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളെല്ലാവരും എഴുതണം. ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. പേജ് 33. പങ്ക്ച്വേറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ വാക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. പിന്നെ WH വേർഡ്സ് വാട്ട്, വിച്ച്, വെയർ, ഹൂ, വൈ, WHൽ തുടങ്ങുന്ന വാക്കുകൾ വരുന്നതും, പിന്നെ ഓക്സിലറി വെർബ് ആറ്, ഈസ്, ഹാസ്, ഹാവ് ഇങ്ങനെയൊക്കെ വെച്ച് തുടങ്ങുന്ന എല്ലാം എന്താണ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. ക്യാപിറ്റൽ ലെറ്റർ ആക്കണം. ആദ്യത്തെ വാക്കെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ ഒരു വാചകമാണെങ്കിൽ അത് സെൻറ്റൻസ് ആയിരിക്കും. ആദ്യത്തെ വാക്ക് മാത്രം ക്യാപിറ്റൽ ലെറ്റർ ഇട്ടാൽ മതി. പിന്നെ WH വേർഡ്സ് വെച്ച് തുടങ്ങുന്നതും ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. പിന്നെ OH, WO ഇതൊക്കെ അതിശയം കാണിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ആ സെൻറ്റൻസിൽ ഇടണം. പിന്നെ ഒരു ഉപദേശമാണെങ്കിൽ സൺ, ഗെറ്റ് ഡൗൺ, സണ്ണ് കഴിഞ്ഞിട്ട് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം ആദ്യത്തെ വാക്ക്. എന്നിട്ട് ഉപദേശമാണെന്നുണ്ടെങ്കിൽ കോമ ഇടണം. സണ്ണ് കഴിഞ്ഞിട്ട് കോമ ഇടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ പേജ് 33 പങ്ക്ച്വേറ്റ് ചെയ്യാനുള്ള നിങ്ങളെല്ലാവരും ടെക്സ്റ്റിൽ എഴുതണം. പെൻസിലിട്ട് എഴുതി വെച്ചാലും മതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെൻറ്റൻസ് ആണെങ്കിൽ ഒരു വാചകമാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ വാക്കെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ WH വേർഡ്സ് വെച്ച് തുടങ്ങുന്നതും ഓക്സിലറി വെർബ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് അതിലുണ്ടെങ്കിൽ അതെല്ലാത്തിലും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. പിന്നെ WO, OH ഇങ്ങനെയൊക്കെ വാക്കുകൾ കിടക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് അത് എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് വേണം എഴുതാൻ. പിന്നെ ഉപദേശം ഉള്ള സെൻറ്റൻസ് ഒക്കെ ആണെങ്കിൽ കോമ ഇടണം. സൺ എന്നൊക്കെ പറഞ്ഞിട്ട് കോമ ഇടണം. അപ്പോൾ അത് പേജ് നമ്പർ 33 അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഇനി അടുത്ത പേജ് നമ്പർ 34 4 ടൈപ്പ് സെൻറ്റൻസ് ഉണ്ട്. അതിൽ അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വേറെ ഒരു നിഷേധവുമില്ലാത്ത ഒരു സാധാരണ സെൻറ്റൻസ്. നമ്മൾ പിന്നെ സെൻറ്റൻസ് എന്ന് പറയുന്നത് കുറേ വേർഡ്സ് ചേരുന്നതാണ് ഒരു സെൻറ്റൻസ്. അപ്പം ഒരു നീളമുള്ള ഒരു സെൻറ്റൻസ് കാണുകയാണെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം പ്രസ്താവിക്കുന്നതിനെയാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ടൈപ്പ് 4 ഉണ്ട്. ആദ്യത്തത് അസേർട്ടീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ്. അതായത് ഒരു പ്രസ്താവന സമർത്ഥിച്ച് പറയുന്നതിനെയാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അവിടെ വേറെ നിഷേധങ്ങളൊന്നും ഇല്ല. പിന്നെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് കാണും. വാട്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ WH വേർഡ്സോ അല്ലെങ്കിൽ ഓക്സിലറി വെർബോ വെച്ച് തുടങ്ങുന്നതെല്ലാം ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. അതിൽ ക്വസ്റ്റ്യൻ മാർക്ക് കാണും. അതാണ് സെക്കൻഡ് ടൈപ്പ് സെൻറ്റൻസ്. തേർഡ് എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. അതായത് ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, ആജ്ഞ, അതുപോലെ അപേക്ഷ, പിന്നെ ഇതൊക്കെ വരുന്നതാണ് അഭ്യർത്ഥന. ആജ്ഞ, അപേക്ഷ, അഭ്യർത്ഥന ഇതിൻ്റെയൊക്കെ ധ്വനിയുള്ള സെൻറ്റൻസിനെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഓപ്പൺ ദ ഡോർ, ഷട്ട് ദ ഡോർ, വിൽ യു ഗീവ് മീ എ പെൻ, പ്ലീസ് ഗീവ് മീ സം വാട്ടർ ഇങ്ങനെയുള്ള വാക്കുകൾ. ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ് അതായത് ആജ്ഞ, അഭ്യർത്ഥന, അതുപോലെ അപേക്ഷ ഇങ്ങനെയൊക്കെ വരുന്ന സെൻറ്റൻസിനെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടെ ഉണ്ട്, അതിശയം കാണിക്കുന്ന സെൻറ്റൻസ്. വാട്ട് എ ലവ്ലി സൈറ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അതിൽ WH ഉണ്ടെങ്കിലും ഒരു അതിശയോക്തി അവിടെ വരും.
അതെപ്പോഴും എക്സ്ക്ലമേഷൻ മാർക്ക് അതിൽ കാണും. ക്യാപിറ്റൽ ലെറ്ററിൽ വേണം ആദ്യത്തെ വാക്ക് എഴുതാൻ. അപ്പം അതിശയം കാണിക്കുന്ന സെൻറ്റൻസിനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയും. ഇപ്പം പേജ് 34 ഈ 4 ടൈപ്പ് സെൻറ്റൻസ് ഞാനിപ്പോൾ പറഞ്ഞു. അസേർട്ടീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ഓർഡർ കമാൻഡ് റിക്വസ്റ്റ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, പിന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓരോന്നിനും ഈ 2 എക്സാമ്പിൾ ഇത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതണം, ആ കോളത്തിൽ എഴുതണം. പേജ് നമ്പർ 34 ഇപ്പോൾ ഉദാഹരണത്തിന് അസേർട്ടീവ് സെൻറ്റൻസിന് ഹീ ഈസ് എ ഗുഡ് ബോയ്, ഷീ സ്റ്റഡീസ് വെൽ. അതൊരു സെൻറ്റൻസാണ്, അത് 2 സെൻറ്റൻസാണ്. ഇനി ഇൻട്രോഗേറ്റീവ് വാട്ട് ആർ യു ഡൂയിങ്, ആർ യു കമ്മിങ്. അവിടെ WH വേർഡും വന്നിട്ടുണ്ട്, ഓക്സിലറി വേർഡും വന്നിട്ടുണ്ട്. ഇപ്പോൾ വാട്ട് ആർ യു ഡൂയിങ്, ആർ യു കമ്മിങ്, ഇതൊക്കെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്ത ഇമ്പറേറ്റീവ് ഓപ്പൺ ദ ഡോർ, ഗീവ് മീ എ പെൻ, പ്ലീസ് ഗീവ് മീ സം വാട്ടർ. ഇങ്ങനെയൊക്കെ എഴുതാം. അതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഓർഡർ കമാൻഡ് റിക്വസ്റ്റ്. ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ 2 എക്സാമ്പിൾ. വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക. ആദ്യത്തെ വാക്ക് ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കണം. അപ്പം നിങ്ങൾ പേജ് 34 ആ എക്സസൈസ് എഴുതി വയ്ക്കുക. പിന്നെ പേജ് 35 നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് കണ്ടെത്താനുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ അസേർട്ടീവ് സെൻറ്റൻസിൽ നോ, നോട്ട്, ഡോണ്ട് ഈ 3 വാക്കുകളും വരികയാണെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. നോ, നോട്ട്, ഡോണ്ട് ഇതൊക്കെ നിഷേധം, നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള വാക്കുകളായ നോ, നോട്ട്, ഡോണ്ട് ഇത് 3ഉം ഏതെങ്കിലും സെൻറ്റൻസിൽ വരികയാണെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും. ആ 3 വാക്കുകളും ഇല്ലാത്ത വാക്കുകളൊക്കെ എന്താണ് സെൻറ്റൻസൊക്കെ അഫർമേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും, പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് പേജ് നമ്പർ 35 എന്താണ് പോസിറ്റീവ് അല്ലെങ്കിൽ അഫർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് എഴുതാനായിട്ട് കുറേ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾ നോ, നോട്ട്, ഡോണ്ട് ഇത് 3ഉം വരുന്ന സെൻറ്റൻസ് എല്ലാം നെഗറ്റീവ് എന്ന് എഴുതുക. ഇത് 3ഉം ഇല്ലാത്ത സെൻറ്റൻസ് എല്ലാം പോസിറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോ, നോട്ട്, ഡോണ്ട് ഇത് 3ഉം നിഷേധം കാണിക്കുന്ന വാക്കുകളാണ്. അപ്പം അത് വരുന്ന സെൻറ്റൻസ് എല്ലാം നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം അത് നോക്കിയിട്ട് ആ എക്സസൈസ് എഴുതി വയ്ക്കുക. അസേർട്ടീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിൽ നോ, നോട്ട്, ഡോണ്ട് ഇതൊക്കെ കാണും. അപ്പം അത് കണ്ടുപിടിച്ച് എഴുതുക. ഇനി നെഗറ്റീവ് അർത്ഥം വരുന്ന 5-6 വാക്കുകളൂടെ ഉണ്ട്. ആ വാക്കുകൾ അണ്ടർലൈൻ ചെയ്യാനാണ് ആ പേജിൽ, അതായത് പേജ് 35 തന്നെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വരുന്ന വേറെ ഒരു 5-6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകളെന്ന് പറയുന്നത് സ്കാഴ്സ്ലി, ഹാർഡ്ലി, റെയർലി, സെൽഡം, ലിറ്റിൽ, ഫ്യൂ ഇത്രയും കാര്യങ്ങളാണ്. ഈ വാക്കുകളും നെഗറ്റീവ് അർത്ഥം വരുന്നതാണ്, നിഷേധം കാണിക്കുന്ന വാക്കുകളാണ്. അപ്പം ഈ വാക്കുകൾ വന്നാലും ആ സെൻറ്റൻസ് നെഗറ്റീവായിരിക്കും. അപ്പം ആ നെഗറ്റീവ് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് അത് അണ്ടർലൈൻ ചെയ്യാനാണ് ആ പേജ് നമ്പർ 35 കൊടുത്തിരിക്കുന്ന വേറൊരു എക്സസൈസ്. അപ്പം അത് നിങ്ങൾ ചെയ്തു വയ്ക്കുക. നെഗറ്റീവായിട്ട് വരുന്ന വാക്കുകൾ അണ്ടർലൈൻ ചെയ്യാനാണ്. ഏതൊക്കെയാണ്? സ്കാഴ്സ്ലി, ഹാർഡ്ലി, ലിറ്റിൽ, ഫ്യൂ, സെൽഡം, റെയർലി ഇങ്ങനെയുള്ള വാക്കുകളാണ് നെഗറ്റീവായിട്ടുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ അത് അവിടെ അണ്ടർലൈൻ ചെയ്ത് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. പേജ് നമ്പർ 33, 34, 35 ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 4 ടൈപ്പ് സെൻറ്റൻസ് ഉണ്ട്. അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി.
അതിന് ഈ 2 എക്സാമ്പിൾ വീതം ആ കോളത്തിൽ എഴുതുക പേജ് 34. പിന്നെ പേജ് 35 അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സെൻറ്റൻസും എഴുതാനാണ്. നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നോ, നോട്ട്, ഡോണ്ട്, ഈ 3 വാക്കുകളും അതിൽ കാണും. അപ്പം ആ 3 വാക്കുകളും വരുന്നതെല്ലാം നെഗറ്റീവാണ്. ആ വാക്കുകളില്ലെങ്കിൽ പോസിറ്റീവാണ്. ആ രീതിയിൽ എഴുതുക. പോസിറ്റീവ്, നെഗറ്റീവ് എങ്ങനെയാണെന്ന്. നോ, നോട്ട്, ഡോണ്ട് ഇതൊക്കെ വരികയാണെങ്കിൽ നെഗറ്റീവാണ്. അതൊന്നും ഇല്ലെങ്കിൽ പോസിറ്റീവാണ്. പിന്നെ ഉള്ളത് നെഗറ്റീവ് അർത്ഥം വരുന്ന 6 വാക്കുകൾ ഞാൻ പറഞ്ഞു തന്നു. സ്കാഴ്സ്ലി, ഹാർഡ്ലി, പിന്നെ റെയർലി, ലിറ്റിൽ, ഫ്യൂ, സെൽഡം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വരുന്ന പിന്നെ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാക്കുകൾ മാത്രം അണ്ടർലൈൻ ചെയ്യുക. പിന്നെ അടുത്ത പേജിലെ എക്സസൈസൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ ഇനിയുള്ള കുറച്ച് ഗ്രാമർ അടുത്ത ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.